പഴയ ലോവറാമിൻ്റെ അവസ്ഥ ഉണ്ട്. ലോവറാമിൻ്റെ ബുഷൊന്നും ഇല്ല കേട്ടോ, മൊത്തം കട്ടായി ഒരു അവസ്ഥയാണ്. ഒരു ലോവറാമിൽ ബുഷ് കണ്ട ഊരിപ്പോയൊരവസ്ഥയാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു സ്ലീവ് ഊരി വന്ന ഒരു അവസ്ഥയാണ്. ബുഷ് ഒരു പിടുത്തമില്ല. അങ്ങനെയാണ് ഓടിക്കൊണ്ടിരുന്നത്. വീലാണെങ്കിൽ നല്ല ടയറാണെങ്കിൽ നല്ല രീതിക്ക് വെട്ടി തേഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അലൈൻമെൻറ്റ് കറക്റ്റ് കിട്ടത്തില്ല. ബുഷ് രണ്ടും പോയി. അതുപോലെ തന്നെ ബോൾ ജോയിൻറ്റ് പോയി. ഈ കാണുന്ന ബോൾ ജോയിൻറ്റ് ലൂസാണ്. കണ്ടോ, 2 ബോൾ ജോയിൻറ്റ് ലൂസാണ്. ഈ കാണുന്നതാണ് കേട്ടോ പഴയ ബെയറിങ്ങിൻ്റെ വാഷറിനകത്തുള്ള തേയ്മാനമൊക്കെ നല്ല രീതിക്കുണ്ട്. ഗ്രീസിൻ്റെ അംശം വളരെ കുറവാണ്. ഒരു ബോൾ തൊഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരു ബോൾ കുറവാണ്. ഈ കാണുന്ന നമ്മൾ വീല് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ ബെയറിങ് ഇങ്ങനെയാണ് കേട്ടോ കറങ്ങുന്നത്. ബെയറിങ് സ്മൂത്ത് ആയില്ലെങ്കിൽ സ്റ്റിയറിംഗ് സ്മൂത്ത് ആവത്തില്ല. സ്റ്റിയറിംഗ് സ്മൂത്ത് ആവണമെങ്കിൽ ഫുള്ള് ഗ്രീസും പുതിയ ബെയറിംഗ് ഒക്കെ വേണം, പുതിയ സ്റ്റഡൊക്കെ വേണം. പുതിയൊരു വാഹനം ഓടിക്കുന്ന ഫീൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ വേണം. അതുപോലെ തന്നെ ഇത് സ്റ്റക്കാണെങ്കിലും ഈ ഒരു ബെയറിംഗ് സ്റ്റക്കാണെങ്കിലും സ്റ്റിയറിംഗ് റിട്ടേൺ വരത്തില്ല. ഫുൾ ഒടിച്ച് വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ താഴത്തെയും മേളത്തെയും ബെയറിംഗ് ഒക്കെ കറക്റ്റ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വോക്സ്വാഗൺ പോളോ 2012 1.2 ലിറ്റർ എഞ്ചിനുള്ള ഇതിൻ്റെ സസ്പെൻഷൻ വർക്കാണ് കേട്ടോ. 3 സിലിണ്ടർ എഞ്ചിൻ്റെ സസ്പെൻഷൻ വർക്ക് ഡീസലാണ്. അപ്പോൾ ഇത് 2012 മോഡലാണ്. ഏകദേശം 1,20,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയ വാഹനമാണ്. നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ ഭയങ്കരമായിട്ട് സൗണ്ടാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് നല്ലതുപോലെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോവർ ആമിൻ്റെ ബുഷ് കട്ടായിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാലൻസോടെ ബുഷ് പോയി. ഷോക്ക് അബ്സർ മൗണ്ടിങ് പോയി, ഭയങ്കര ഇടിയുണ്ട്. ഷോക്ക് അബ്സറും സ്റ്റഡ് മൗണ്ട് അത് നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ വർക്കിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ലിങ്ക് റാഡ് ഈ ഇടയ്ക്ക് മാറ്റി എന്നാണ് തോന്നുന്നത്. അത് കൊള്ളാമെങ്കിൽ നമ്മൾ അത് തന്നെ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്തെടുത്ത് സ്റ്റിയറിംഗ് ബോക്സ് നല്ല ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ഇതിൻ്റെ പണിയൊക്കെ നടക്കില്ല. പണിഞ്ഞിട്ടാലും കിടക്കത്തില്ല. എന്ന് വെച്ചാൽ ഒരുപാട് സൗണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ സെറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നാൾ വീണ്ടും 1,00,000 കിലോമീറ്റർ ഇതിൽ കിടക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം, നല്ല രീതിക്ക് ഓടിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് സെറ്റായിട്ട് എടുത്ത് നമുക്കിതിൽ ക്രോസ് ഇളക്കണം. ഫ്രണ്ട് ക്രോസ് ബാർ എല്ലാം ഇളക്കി ലോവർ ആം അതിനോടൊപ്പം ചേഞ്ച് ചെയ്ത്, പിന്നെ ബാലൻസോടെ ബുഷും ചേഞ്ച് ചെയ്ത്, ഷോക്ക് അബ്സർ സ്റ്റഡ് മൗണ്ടിങ്ങും അതിൻ്റെ സ്റ്റഡ് കോൾ സ്പ്രിങ് പഴയതിട്ട് അതിൻ്റെ കിറ്റെല്ലാം എടുത്ത് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വിടുന്നതായിരിക്കും. ബ്രാക്ക് പേഡൊക്കെ അത്യാവശ്യം ഓടാനുണ്ട്. ഇത് സിംഗിൾ യൂസ് വാഹനമാണ്. ഇത്രയും ഓടിയതുകൊണ്ട് ഉള്ള പഴക്കത്തിൽ ഫ്രണ്ട് സസ്പെൻഷൻ നോയ്സ് വന്നു. അങ്ങനെ ചെയ്യാൻ വേണ്ടി തന്നു. വീൽ അലൈൻമെൻറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് ഭയങ്കരമായിട്ട് സൗണ്ടും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീൽ അലൈൻമെൻറ്റും കൂടി ചെയ്യണം. അതിൻ്റെ വീഡിയോ ആണ്. വോക്സ്വാഗൺ പോളോയാണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷനായിട്ട് വന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ബ്രേക്കൊക്കെ ചെയ്യുന്നുണ്ട്. ബ്രേക്കൊക്കെ അഴിച്ച് നോക്കി ബാക്ക് ഷോക്ക് അബ്സറൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കസ്റ്റമറിൻ്റെ അനുവാദത്തോടു കൂടി എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് 2 ദിവസത്തെ വർക്കാണ്. രാവിലെ കയറ്റി കഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് എല്ലാം ചെയ്ത് അലൈൻമെൻറ്റ് അടക്കം നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷേ വേറെ വർക്കുള്ളതുകൊണ്ട് എല്ലാം കൂടി നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 2 ദിവസം സമയം പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനോടൊപ്പം നമ്മൾ സർവീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ്, ഗിയർ ഓയിൽ, ഇത്രയും കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അങ്ങനെ പോളോടെ നമ്മൾ ഫ്രണ്ട് ക്രോസ് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതായി കാണുന്നതാണ് സ്റ്റിയറിംഗ് ബോക്സ്. നമ്മൾ ഫ്രണ്ട് റാക്ക് വരുന്ന വാഹനത്തിനൊക്കെ കൂടുതൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. റാക്ക് ക്രോസിലായിരിക്കും വരുന്നത്. കുറച്ച് ലോഡ് കൂടിയ വാഹനത്തിലൊക്കെ. പിന്നെ ചേസിലും വരുന്നുണ്ട്. നമ്മൾ ആൾട്ടോ ചെറിയ വാഹനങ്ങളിലൊക്കെ ചേസിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രോസ് നമ്മൾ ഇളക്കിയെടുത്തു. സ്റ്റിയറിംഗ് ബോക്സാണ് ഇത്. ഒറിജിനൽ നമ്മുടെ വോക്സ്വാഗൺ പോളോയുടെ ഒറിജിനൽ സ്റ്റിയറിംഗ് ബോക്സാണ് ഇതിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും ഓടിയതുകൊണ്ട് ഈ കാണുന്ന സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. നല്ല ടിക്കിന് സൗണ്ട് ഉണ്ട്, പ്ലേ ഉണ്ട്, ലൂസാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന റാക്ക് ബുഷ് അടിയുണ്ട്. നമ്മൾ മേളിലോട്ട് ആട്ടി നോക്കുമ്പോൾ തന്നെ ടിക്കിന് അടിക്കുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന റാക്ക് ബുഷ് പ്ലഞ്ചർ പോയി, റാക്കും പിന്നീന് തേയ്മാനമുണ്ട്. 2 സൈഡ് ഒരുപോലെ. അങ്ങനെ നമ്മൾ പണിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും സൗണ്ടായി കസ്റ്റമർ വന്ന് സൗണ്ട് ഉണ്ട്, നിങ്ങൾ പണിഞ്ഞത് ശരിയായില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മളൊരു വാഹനം ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പണിഞ്ഞിടാം. വലിയ സൗണ്ടാണെങ്കിൽ പണിഞ്ഞിട്ടാലും കിടക്കത്തില്ല, ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ പണിഞ്ഞിടുമ്പോൾ ഏകദേശം ഒരു 5 രൂപ ആവുന്നുണ്ടെങ്കിൽ എൻ്റെ ഇരട്ടി എമൗണ്ട് ആവും. പുതിയ സ്റ്റിയറിംഗ് ബോക്സ് ഒരു 10 ചില്ലറ വരും. പിന്നെ ലേബറും കൂടി വരും. അതിനേക്കാളും നല്ലത് ഒരിക്കൽ പണിഞ്ഞങ്ങ് കയറ്റുന്നത് എനിക്ക് നല്ലത്. 2 വട്ടം ഇളക്കുമ്പോൾ കസ്റ്റമറിന് വീണ്ടും പൈസ നഷ്ടം. വീണ്ടും പുതിയ തന്നെ സ്റ്റിയറിംഗ് ബോക്സ് എടുക്കണം. ഒരിക്കൽ നമ്മൾ പണിഞ്ഞ 5,000 രൂപയ്ക്ക് ഇട്ട് വീണ്ടും 10,000 രൂപ കൊടുത്ത് വീണ്ടും സ്റ്റിയറിംഗ് ബോക്സ് മാറ്റി അത് 15 രൂപയായി. 2 വട്ടം ലേബറും കൊടുത്ത് വരുമ്പോൾ നല്ലൊരു എമൗണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പോകും. ഏകദേശം ഒരു 10,000 20,000 കിലോമീറ്റർ ഓടാൻ പറ്റും. ഇരട്ടി എമൗണ്ട്, ഇരട്ടി നഷ്ടം ഉണ്ടാവും. അങ്ങനെ ഒരിക്കൽ തന്നെ ഒരു പ്രാവശ്യം തന്നെ സ്റ്റിയറിംഗ് ബോക്സ് കയറ്റി കഴിഞ്ഞാൽ 1,00,000 1,50,000 കിലോമീറ്റർ സുഖമായിട്ട് ഓടാൻ പറ്റുന്ന സ്റ്റിയറിംഗ് ബോക്സാണ് സെറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ. അതാണ് എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഇത് പവർ സ്റ്റിയറിംഗ് കൂടെ ഒരുമിച്ച് വരണമെങ്കിൽ നമുക്ക് റേറ്റ് ഒരുപാട് കൂടും. ഇതിൻ്റെ തന്നെ സ്വിഫ്റ്റിനൊക്കെ അപേക്ഷിച്ചാണെങ്കിൽ ഇതിനൊക്കെ നല്ല രീതിക്ക് റേറ്റ് എമൗണ്ട് ഇരട്ടിയാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പണിഞ്ഞൊക്കെ ഇടാം. പവർ സ്റ്റിയറിംഗ് ഒരുമിച്ച് വരണമാകും. പക്ഷേ ഇത് പവർ സ്റ്റിയറിംഗ് സെപ്പറേറ്റ് വരണമുണ്ട്. റാക്ക് മാത്രം നമുക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോവറാം പോയിട്ടുണ്ട്. ലോവറാം ഈ കാണുന്ന ലോവറാം ബോൾ ജോയിൻറ്റിൻ്റെ ലോവറാം ബുഷാണ്. ബുഷെല്ലാം കട്ടായി ഇങ്ങനെ സ്റ്റിയറിംഗ് വണ്ടി ലാഞ്ചിയാണ് പോകുന്നത് വണ്ടി ഓടിക്കുമ്പോൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ബോൾ ജോയിൻറ്റ് പോയിട്ടുണ്ട്. ബോൾ ജോയിൻറ്റ് ലൂസാണ്. 2 സൈഡ് ബുഷും പോയി. അങ്ങനെ നമ്മൾ സെറ്റായിട്ട് നമ്മൾ ലോവറാം എടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ബോൾ ബോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലൻസ്ഡ് ബുഷ് ഈ കാണുന്ന ഇവിടെ വരുന്ന ബാലൻസ്ഡ് ബുഷ് നല്ല ലൂസായി നല്ല രീതിക്ക് അടിപ്പാണ്. നല്ല ലൂസാണ് കേട്ടോ. കണ്ടോ,
അപ്പോൾ അതും ഇതിനോടൊപ്പം ചേഞ്ച് ചെയ്യണം. പിന്നെ നമ്മൾ ഷോക്ക് അബ്സർ ഹാർഡാണ്, വണ്ടി ലാഞ്ചുന്നുണ്ട്. ഫ്രണ്ട് പണിയുമ്പോൾ ഷോക്ക് അബ്സർ കൊണ്ട് മാറിയാലേ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുള്ളൂ. കസ്റ്റമറിൻ്റെ നിർബന്ധപ്രകാരം ഷോക്കും നമ്മളെടുത്തു. സ്റ്റഡാണ് ഷോക്ക് എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റഡ് നമ്മളെടുത്തു, സ്റ്റഡ് കിറ്റ്, അതുപോലെ തന്നെ മൗണ്ടിങ്. ഈ ലിങ്ക് റാഡ് ഇടയ്ക്ക് കസ്റ്റമർ മാറിയതാണ് കേട്ടോ. ലിങ്ക് റാഡ് പുതിയതാണ്, അതുകൊണ്ട് നമ്മൾ അതിനോടൊപ്പം നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. കംപ്ലൈൻറ്റ് ഇല്ലാത്ത സാധനങ്ങൾ ഇതിനോടൊപ്പം നമ്മൾ മാറുന്നില്ല. അപ്പോൾ ഇത് ബ്രാക്ക് പേഡ് ഓടാനുണ്ട്, ബ്രാക്ക് ഷൂ ഓടാനുണ്ട്, സർവീസ് വർക്കും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ടെല്ലാം സെറ്റ് ചെയ്ത് ക്രോസ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റഡ് ഇളക്കി എല്ലാം ചെയ്യത്തുള്ളൂ. അതിനോടൊപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എയർ ബാഗുള്ള വണ്ടി ആയതുകൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് എപ്പോഴും നമ്മൾ സെൻറ്റർ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിയറിംഗ് ഇളക്കാനായിട്ട്. സെൻറ്റർ വീൽ എപ്പോഴും സ്റ്റഡി ആയിരിക്കണം, സ്റ്റിയറിംഗ് വീൽ സെൻറ്റർ ആയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ക്ലോക്ക് സ്പ്രിങ് പൊട്ടി ഹോൺ വർക്ക് ആകത്തില്ല, ഈ കൺട്രോൾസ് ഒന്നും വർക്ക് ആകത്തില്ല. അങ്ങനെ വരുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും. ക്ലോക്ക് സ്പ്രിങ് മാറിയാൽ ഇതൊക്കെ വർക്ക് ചെയ്തുള്ളൂ. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു എയർ ബാഗ് വരുന്ന വാഹനങ്ങളെല്ലാം. അപ്പോൾ അത് സെൻറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്രോസ് ഇളക്കിയത്. പുതിയ സ്റ്റിയറിംഗ് ബോക്സ് സെറ്റ് ചെയ്ത് വീല് സെൻറ്റർ ചെയ്തിട്ട് വേണം ഈ സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ സ്റ്റിയറിംഗിൻ്റെ ഐ ഷാഫ്റ്റ് നമ്മൾ പിടിച്ചിടത്തുള്ളൂ. അപ്പോൾ ഇതാണ് വോക്സ്വാഗൻ പോളോയുടെ കാര്യങ്ങൾ. നമ്മൾ സർവീസ് വർക്ക് 5 ലിറ്റർ ഓയിൽ മാറണം, ഓയിൽ ഫിൽറ്റർ നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്, ഓയിൽ ഫിൽറ്റർ ഉണ്ട്. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ ഇടയ്ക്ക് മാറിയതാണ്, ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബ്രാക്ക് പേഡ് ഉണ്ട്, ഓടാനുണ്ട്. 2 സൈഡ് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പോളോ 1.2 ആണ്. അപ്പോൾ ഇതാണ് 3 സിലിണ്ടർ എഞ്ചിനാണ് കേട്ടോ ഇതിൽ വരുമ്പോൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. നമ്മളൊരു 2-3 വർഷം മുന്നേ എഞ്ചിൻ പണിഞ്ഞൊരു വാഹനമാണ്. അത്യാവശ്യം നല്ല മൈലേജോട് കൂടി ഇപ്പോഴും സുഖമായിട്ട് ഓടുന്നൊരു വാഹനമാണ് കേട്ടോ. ഏകദേശം എഞ്ചിൻ പണിഞ്ഞിട്ട് ഒരു 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് വർക്ക് കറക്റ്റ് നമ്മൾ ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു 8,000-ലൊക്കെ ഓയിലും ഫിൽറ്ററൊക്കെ മാറിപ്പോകുന്നൊരു വാഹനമാണ് ഈ ഒരു പോളോ. അങ്ങനെ വോക്സ്വാഗൻ പോളോയുടെ സസ്പെൻഷൻ്റെ പാർട്സൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാർട്സ് നമ്മൾ ഓർഡർ ചെയ്ത് തിരുവനന്തപുരം സിറ്റിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. സ്റ്റിയറിംഗ് ബോക്സ് റാണ എന്ന് പറയുന്ന കമ്പനിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നമ്മൾ ടാറ്റ, മാരുതി, അതുപോലെ തന്നെ മഹീന്ദ്ര, വോക്സ്വാഗൻ, ഹുണ്ടായി ഇതിലെല്ലാം വരുന്നത് ഏകദേശമൊക്കെ റാണ നല്ല ക്വാളിറ്റിയുള്ള പാർട്സുകളാണ്. MGPയിലും ഒറിജിനൽ പാർട്സിലൊക്കെ ചിലതിലൊക്കെ വരുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് 10,782 ഇത് MRP ശാല റേറ്റ് കുറച്ച് നമുക്ക് കിട്ടും. അത് നമുക്ക് കസ്റ്റമറിന് അതേ റേറ്റിന് നമുക്ക് കിട്ടുന്ന പ്രൈസിൽ തന്നെ നമ്മൾ കൊടുക്കും. വോക്സ്വാഗൻ പോളോ, അതുപോലെ തന്നെ വെൻഡോ, ഈ 2 കമ്പനിയും പാർട്ട് നമ്പറും എല്ലാം സെയിം ആണ്. 2 വാഹനത്തിനും ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്റ്റിയറിംഗ് ബോക്സ് അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാക്ക് അസംബ്ലി. ഇത് ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ അടുത്ത 1,00,000 കിലോമീറ്റർ നിങ്ങൾക്ക് സുഖമായിട്ട് ഓടാൻ പറ്റും. എന്തൊക്കെ പാർട്സുകൾ വരുന്നതെന്ന് വെച്ചാൽ ടയർ റോഡൻ്റ് വരും, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് അഥവാ റാക്കെൻ്റ്, സ്റ്റിയറിംഗ് ബൂട്ട്, റാക്ക്, പിനിയൻ, പ്ലഞ്ചർ, റാക്ക് ബുഷ് 2 സൈഡും ഫുൾ സെറ്റായിട്ട് നമ്മൾ ഓരോ പാർട്സായിട്ട് മാറുന്നുണ്ടെങ്കിലും 5 രൂപയ്ക്കകത്ത് വരും. സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, എൻഡും, റാക്ക് ബുഷ്, പ്ലഞ്ചർ പൊളിച്ച് ചെയ്യണമെങ്കിൽ അതിനേക്കാളും ഒരു 5 രൂപ ഇട്ട് കഴിഞ്ഞാൽ പുതിയ പാർട്സ് നമുക്ക് മാറാൻ പറ്റും. 1,00,000 കിലോമീറ്റർ സുഖമായിട്ട് നമുക്ക് വാറണ്ടി കൊടുത്ത് ഓടിക്കാൻ പറ്റുന്നൊരു സ്പെയറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റാണയെന്ന് പറയുന്നത്. ഞാൻ അത്യാവശ്യം ലോക്കൽ പാർട്സ് ഞാൻ ഉപയോഗിക്കത്തില്ല. കസ്റ്റമർ വാങ്ങിക്കൊണ്ടുവന്നതല്ല, നമ്മൾ പറയും ഇത് കൊള്ളത്തില്ല, വേറെ പാർട്സ് നിങ്ങൾ ഉപയോഗിക്കണം, ഇത് കിടക്കത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നെ വിടും. കസ്റ്റമർ മേടിച്ചുകൊണ്ടെന്നാണ്. പക്ഷേ നമുക്ക് ഒരു വാഹനം തന്ന് ഇന്ന പാർട്സുകൾ മാറാൻ നല്ല കമ്പനി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെയുള്ള റാണെ, ടാൽബ്രോസ്, സോണ, ഓട്ടോകോയി ഇതെല്ലാം നല്ല പാർട്സുകളാണ്. വേറെ കമ്പനി പറഞ്ഞാലും ഇതെല്ലാം ജനുവനിൽ ചില കമ്പനികളിൽ ജനുവനിൽ കയറി വരും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ടാൽബ്രോസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ടാൽബ്രോസ് ലോവറാമാണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലോവറാമാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒന്നിന് ഏകദേശം 2,884 റേറ്റ് ഉണ്ട് കേട്ടോ. ഇത് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് 2 ലോവർ ആം എടുത്തു. അതുപോലെ തന്നെ സ്റ്റഡ് കെറ്റ് എടുത്തിട്ടുണ്ട്. അതും ടാൽബ്രോസിന് തന്നെ സ്റ്റഡ് കെറ്റ് കോയിൽ സ്പ്രിങ് ബോളിൻ്റെ പാഡുണ്ട്, ബൂട്ടുണ്ട്, അതിൻ്റെ ബെയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബുഷുണ്ട്. 2 സൈഡ് സ്റ്റഡ് കെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ബാലൻസ്ഡ് ബുഷ് എടുത്തിട്ടുണ്ട് 2 എണ്ണം. ഫ്രണ്ട് സ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഈ കാണുന്ന മോൺട്രോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. മോൺട്രോ ഗബ്രിയൽ ഇതാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് വാഹനത്തിന്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 2,658 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. പാർട്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. പോളോ ഫ്രണ്ട് എലമെൻറ്റ് സ്റ്റഡ്സ് 2025 ഈ വർഷത്തെ തന്നെ കേട്ടോ ഒരു പോളോ. അപ്പോൾ സ്റ്റഡ് ഈ കാണുന്നതാണ് സ്റ്റഡ്. ഇത് ഗ്യാസ് ടൈപ്പാണ് വരുന്നത്. ഇതും അത്യാവശ്യം ഗ്യാസ് ടൈപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല ഭയങ്കരമായിട്ട് സ്മൂത്താണ്. താഴോട്ട് പോയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടേൺ പൊങ്ങി ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ കട്ടറിൽ വീണാൽ നമ്മൾ അറിയത്തില്ല, അത്രയ്ക്ക് നല്ല സ്മൂത്തായിരിക്കും ഈ ഒരു സ്റ്റഡ്. ഇതും മോൺട്രോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതിൽ നമ്മൾ ഒരു ബോൾട്ട് വെച്ച് ഈ കാണുന്ന യോക്കിൽ ഒരു ബോൾട്ട് കയറ്റി ലോക്ക് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ ഒരു സൈഡിൽ ലിങ്ക് റോഡ് ഇട്ട് ഘടിപ്പിക്കും. ഈ സൈഡിലായിട്ട് റൈറ്റ് ലെഫ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റഡ് കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് VIRും അത്യാവശ്യം ബുഷ് കിറ്റിൽ വരുന്ന ഫുൾ ക്വാളിറ്റി ഉള്ള പാർട്സാണ് VIR. ഇതിൻ്റെ റേറ്റ് ഒരെണ്ണം 714 രൂപ. വെൻഡോ
ഒക്റ്റ പോളോ ഈ 3 വാഹനത്തിനും സെയിം ആണ് സ്റ്റഡ് മൗണ്ടിങ്. ഇതായി കാണുന്ന മൗണ്ടിങ് ഉണ്ട്. മൗണ്ടിങ് എടുത്തു, കിറ്റ് എടുത്തു, ബാലൻസ്ഡ് ബുഷ് എടുത്തു. കിറ്റിൻ്റെ റേറ്റ് ഒരെണ്ണം വന്നിട്ട് 759 രൂപ റേറ്റ് ഉണ്ട് കേട്ടോ സ്റ്റഡ് കിറ്റ്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഇതുപോലെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു പാർട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. റേറ്റ് പകുതി റേറ്റേ പറഞ്ഞുള്ളൂ. ജെനുവിനിൽ നോക്കുമ്പോഴും ഇതുമായിട്ടുള്ള വ്യത്യാസം പകുതി റേറ്റാണ്. 2 സ്റ്റഡ് എടുത്തിട്ടുണ്ട്, സ്റ്റഡ് മൗണ്ടിങ്, സ്റ്റഡ് കിറ്റ്, 2 ലോവർ ആമ, ബാലൻസ്ഡ് ബുഷ്, സ്റ്റിയറിംഗ് ബോക്സ്. അപ്പോൾ നമ്മളിതിൽ ചേഞ്ച് ചെയ്യേണ്ട ഒരേ ഒരു പാർട്സാണ് ചേഞ്ച് ചെയ്യാത്തത്. അത് ഈ കാണുന്ന ലിങ്ക് റോഡാണ്. ലിങ്ക് റോഡ് അത്യാവശ്യം ഇത് പുതിയത് ഇടയ്ക്ക് കസ്റ്റമർ മാറിയതാണ് ലിങ്ക് റോഡ്. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് ഇത് ഒട്ടും കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ. ബാലൻസ് റോഡ് നമ്മൾ മാറും, സ്റ്റീറിംഗ് ബോക്സ് മാറും, ലോവർ ആം മാറും. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റഡ് ഇളക്കുന്നത്. സ്റ്റഡ് ഇളക്കി കിറ്റെല്ലാം മാറി സെറ്റ് ചെയ്യുന്നത്. സർവീസ് വർക്കൊക്കെ കഴിഞ്ഞു, ഓയിലൊക്കെ മാറി, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ്, ഗിയർ ഓയിലൊക്കെ കഴിഞ്ഞു. ബാക്കിലെ ബ്രേക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ്റെ വർക്ക് മാത്രം. അത് നമ്മൾ ബാക്കിലെ ബ്രാക്ക് ഷൂ, ബ്രാക്ക് പേഡൊക്കെ വാഹനത്തിന് ഓടാനുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പാർട്സ് എല്ലാം നമുക്ക് ക്രോസിൽ സെറ്റ് ചെയ്ത് വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ് ഗായ്സ്. അങ്ങനെ നമ്മളെ ക്രോസിലെ സ്റ്റിയറിങ്ങിൻ്റെ വർക്ക് ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രോസിൽ സ്റ്റിയറിംഗ് ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 2 ബോൾട്ടേ വരുന്നുള്ളൂ കേട്ടോ. 2 ബോൾട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് റൈറ്റുമായിട്ട്. അതുപോലെ തന്നെ ബാലൻസ്ഡ് ബുഷ് പുതിയത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 2 ലോവർ ആമും ആയിട്ടുണ്ട് കേട്ടോ. ലോവർ ആമും 2 സൈഡും ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രോസ് 4 ബോൾട്ട് ഫിക്സ് ചെയ്ത് സ്റ്റിയറിംഗ് പിടിപ്പിക്കണം. സ്റ്റിയറിംഗ് പിടിപ്പിച്ച് ടയറോഡൻ്റ് സെറ്റ് ചെയ്യണം നിക്കിളിൽ. അതുപോലെ തന്നെ നിക്കിളിൽ സ്റ്റിയറിംഗ് ലോവർ ബോൾ ജോയിൻറ്റ്, ഷോക്കിൽ, സ്റ്റഡിൽ ലിങ്ക് റോഡ്, ഇതൊക്കെ ഘടിപ്പിച്ചാലേ വാഹനത്തിലോട്ട് ഫിക്സ് ആവത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് കാര്യം. ഇത് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റഡ് പൊളിച്ച് റീസെറ്റ് ചെയ്യണം. പഴയ ലോവർ ആമിൻ്റെ അവസ്ഥ ഉണ്ട്. ലോവർ ആമിൻ്റെ ബുഷൊന്നും ഇല്ല കേട്ടോ. മൊത്തം കട്ടായി ഒരു അവസ്ഥയാണ്. ഒരു ലോവർ ആമിൽ ബുഷ് കണ്ട ഊരിപ്പോയ ഒരു അവസ്ഥയാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു സ്ലീവ് ഊരി വന്ന ഒരു അവസ്ഥയാണ്. ബുഷുമായിട്ട് പിടുത്തമില്ല. അങ്ങനെയാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീലാണെങ്കിൽ നല്ല ടയറാണെങ്കിൽ നല്ല രീതിക്ക് വെട്ടി തേഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അലൈൻമെൻറ്റ് കറക്റ്റ് കിട്ടത്തില്ല. ബുഷ് 2ഉം പോയി. അതുപോലെ തന്നെ ബോൾ ജോയിൻറ്റ് പോയി. ഈ കാണുന്ന ബോൾ ജോയിൻറ്റ് ലൂസാണ്. കണ്ടോ, 2 ബോൾ ജോയിൻറ്റ് ലൂസാണ്. നമുക്ക് ബോൾ ജോയിൻറ്റ് ബുഷൊക്കെ ആയിട്ട് മാറാൻ പറ്റും. ഏകദേശം ലെയ്ത്ത് വർക്ക് ചാർജ് ആവും, ബുഷിൻ്റെ ചാർജ് ആവും, ലോവർ ബോൾ ജോയിൻറ്റിൻ്റെ ചാർജ് ആവും. ഏകദേശം ഒരു 2000 രൂപ അടുപ്പിച്ച് വരും നമുക്ക് ഈ 3 കൂടി ചെയ്തെടുക്കണമെങ്കിൽ. പിന്നെ കുറച്ച് പൈസയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ലോവർ ആം എടുത്താൽ സെറ്റായിട്ട് എടുത്താൽ നല്ല ലാഭമല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോവർ ആം എന്തെങ്കിലും ബെൻഡ് ഉണ്ടെങ്കിൽ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരും. ഇടിച്ച് ബെൻഡ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റില്ല, അറിയാൻ പറ്റത്തില്ല. നമ്മളെല്ലാം ഈ ബുഷെല്ലായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോയി നമ്മൾ അലൈൻമെൻറ്റ് നോക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയണത് ലോവർ ആം ബെൻഡ് ഉള്ളത്. അങ്ങനെ നമുക്ക് ലോവർ ആം ബെൻഡ് നോക്കാനൊന്നും പറ്റത്തില്ല. ഒരു ലോവർ ആം സെറ്റായിട്ട് മാറ്റാനേ പറ്റുള്ളൂ. എന്തെങ്കിലും ഇത് വിവരങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇരട്ടി ജോലിയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് വീണ്ടും ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യാനാണ് ഇങ്ങനൊരു സെറ്റപ്പ് പറഞ്ഞു തന്നത്. സെറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യണം. വീണ്ടും വർക്ക്ഷോപ്പിൽ കയറ്റി എപ്പോഴും പണിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ബുഷായിട്ട് മാറാം, ലോവർ ആം ബോൾ ജോയിൻറ്റ് മാറാം. കസ്റ്റമറിൻ്റെ അനുവാദപ്രകാരം, നിർബന്ധപ്രകാരം ഇങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സെറ്റായിട്ട് മാറിപ്പോയാൽ പിന്നെ രണ്ടാമത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഒരുപാട് കിലോമീറ്ററും കിടക്കും. നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യാം, ഓടാം. നല്ല വീൽ അലൈൻമെൻറ്റും കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് നേരത്തെ കാണിച്ചുള്ള തന്നെ ഇതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് പാർട്സുകളും പോയിട്ടുണ്ട്. അപ്പോൾ റീകണ്ടീഷൻ ചെയ്താലും കിടക്കത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സ്റ്റിയറിംഗ് ബോക്സിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി ഫിക്സ് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ പഴയ സ്റ്റഡ് പൊളിച്ചു കേട്ടോ. പഴയ സ്റ്റഡ് പൊളിച്ചപ്പോൾ ഇതിനുള്ള മൗണ്ടിങ്ങിൻ്റെ അകത്ത് വരുന്ന കിറ്റിലുള്ള ബുഷൊക്കെ കട്ടായി എല്ലാം പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ബെയറിങ്ങിൻ്റെ അവസ്ഥയും വളരെ മോശമാണ്. ബെയറിങ്ങും ബുഷും ബെയറിങ്ങൊക്കെ മൊത്തം അരഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഷോക്ക് വർക്കിംഗ് ഇല്ല കേട്ടോ. താഴ്ന്നു പോയാൽ അങ്ങനെ തന്നെ ആയിരിക്കും, താഴ്ത്തി വെച്ചാൽ. സാധാരണഗതിയിൽ നമ്മൾ ഗ്യാസ് ടൈപ്പാണ് കൂടുതൽ വാഹനത്തിന് യൂസ് ചെയ്യണം. ഇതിൽ ഗ്യാസൊന്നുമില്ല. മേലോട്ട് പൊക്കിയാൽ വീണ്ടും താഴോട്ട് പോകുന്നൊരവസ്ഥയാണ്. ഭയങ്കര ടൈറ്റാണ് ഇത് പൊക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കംപ്ലൈൻ്റ് ആണ്. നമ്മൾ പുതിയ സ്റ്റഡും പഴയ കോൾ സ്പ്രിങ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതായി കാണുന്ന പഴയ കോൾ സ്പ്രിങ് ആണ്. കുറച്ച് ഹൈറ്റൊക്കെ കൂട്ടാൻ വേണ്ടി ആദ്യമേ കുറേ ഓസൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയൊരു ഹൈറ്റിന് വ്യത്യാസം വരും, 1 ഇഞ്ചിനൊക്കെ. അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യും. ഇതായി കാണുന്ന സ്റ്റഡ് മൗണ്ടാണ്. മൗണ്ടിങ് ബുഷൊക്കെ ഫുള്ള് അരഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് പോയിട്ടുണ്ട്. ബെയറിങ്ങൊക്കെ അരഞ്ഞു പോയിട്ടുണ്ട്. ബെയറിങ്ങിൻ്റെ അവസ്ഥ കാണിക്കുക എങ്ങനെയാണെന്ന്. ഈ കാണുന്നതാണ് കേട്ടോ പഴയ ബെയറിങ്. ബെയറിങ്ങിൻ്റെ വാഷറിനകത്തുള്ള തേയ്മാനമൊക്കെ നല്ല രീതിക്കുണ്ട്. ഗ്രീസിൻ്റെ അംശം വളരെ കുറവാണ്. ഒരു ബോൾ തൊഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരു ബോൾ കുറവാണ്. ഇതിപ്പോൾ നമ്മൾ പുതിയ കിറ്റിനകത്ത് ഈ ബോട്ട്, അതുപോലെ തന്നെ ബുഷ്, ഈ മൗണ്ടിങ്, ബെയറിങ് എല്ലാം വരുന്നുണ്ട് സെറ്റായിട്ട് കേട്ടോ. ബെയറിങ് നമ്മൾ വീണ്ടും ഇളക്കി ഇതിനകത്ത് ഫുള്ള് ഗ്രീസൊക്കെ വെച്ചാണ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ഗ്രീസ് ഓൾറെഡി ഉണ്ട്, എന്നാലും ഗ്രീസ് വെച്ച് സെറ്റ് ചെയ്യണത്. ഈ കാണുന്ന നമ്മൾ വീല് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ ബെയറിങ് ഇങ്ങനെയാണ് കേട്ടോ കറങ്ങുന്നത്.
ബെയറിംഗ് സ്മൂത്ത് ആയില്ലെങ്കിൽ സ്റ്റീറിംഗ് സ്മൂത്ത് ആവത്തില്ല. സ്റ്റീറിംഗ് സ്മൂത്ത് ആവണമെങ്കിൽ ഫുള്ള് ഗ്രീസും പുതിയ ബെയറിംഗ് ഒക്കെ വേണം, പുതിയ സ്റ്റഡൊക്കെ വേണം. പുതിയൊരു വാഹനം ഓടിക്കുന്ന ഫീൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ വേണം. അതുപോലെ തന്നെ ഇത് സ്റ്റക്കാണെങ്കിലും ഈ ഒരു ബെയറിംഗ് സ്റ്റക്കാണെങ്കിലും സ്റ്റീറിംഗ് റിട്ടേൺ വരത്തില്ല, ഫുൾ ഒടിച്ച് വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ താഴത്തെയും മേളത്തെയും ബെയറിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, സ്റ്റീറിംഗ് ബോക്സ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ കാര്യം. ഇത് മൗണ്ടിങ്ങിൻ്റെ മേളത്തെ ബുഷാണ്. ഇത് ഫിക്സ് ചെയ്തിട്ട് ശേഷം മൗണ്ടിങ് മേളിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ പുതിയ സ്റ്റഡ് നമ്മൾ സെറ്റ് ചെയ്തു, മൗണ്ടിങ് സെറ്റ് ചെയ്തു. മൗണ്ടിങ് ഫ്രീ ആണ് കേട്ടോ. കാണുന്ന ബെയറിംഗ് ഉണ്ടോ, ഈ ബെയറിംഗ് ഫിറ്റ് ചെയ്തതിന് ശേഷം നെട്ടിട്ട് മുടുക്കി. പഴയ കേപ്പാണ്, അതുപോലെ തന്നെ പഴയ കോൾ സ്പ്രിംഗ് ആണ്. സ്റ്റഡ് പുതിയ ബൂട്ടാണ്. അതുപോലെ തന്നെ മൗണ്ടിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മേളിൽ നെട്ടിട്ട് മുടുക്കണമെന്നാണ്. നെറ്റ് ഓൾറെഡി ഒരു നെട്ടുണ്ട്, നമുക്ക് ചേസിൽ വരുമ്പോൾ ബോഡിയിൽ വരും, വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മൗണ്ടിങ് വെച്ചതിന് ശേഷം ഈ ക്യാപ്പ് ഇട്ട് മുടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റഡിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പഴയ സ്റ്റഡ് ഒട്ടും വർക്കിംഗ് ഇല്ല. പുതിയ സ്റ്റഡാണെങ്കിൽ നമുക്ക് താഴ്ത്തി വയ്ക്കുന്ന പൊസിഷനിൽ മേലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങി വരുന്നതായിരിക്കും. ഗ്യാസ് ടൈപ്പാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിനി വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. സ്റ്റഡ് 2 സൈഡ്. അങ്ങനെ വോക്സ്വാഗൻ പോളോയുടെ വർക്ക് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ സസ്പെൻഷൻ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്കിൻ്റെ വർക്ക് കഴിഞ്ഞു, സർവീസ് വർക്ക് കഴിഞ്ഞു. ഇനി എല്ലാം ചെക്കപ്പും കാര്യങ്ങളുണ്ട്. നമ്മൾ സ്റ്റഡ് 2 സൈഡും, ഈ ഒരു സൈഡിലാണ് വരുന്നത്, 2 സൈഡും നമ്മൾ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ സ്റ്റീറിംഗ് ബോക്സ് സെറ്റ് ചെയ്തായിരുന്നു. അതാണ് ഈ ക്രോസിൽ ചെറിയ ഓയിലൊക്കെ ഉണ്ട് കേട്ടോ, അത് നമ്മൾ ചേഞ്ച് ചെയ്ത് മാറ്റി കൊടുക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ലോവർ ആം ആയിട്ടുണ്ട്, സ്റ്റഡ് ആയിട്ടുണ്ട്, ലിങ്ക് റോഡ് പഴയതാണ്. പിന്നെ സ്റ്റീറിംഗ് ബോക്സ്, ബാലൻസ് റോഡ്, ബുഷ്, സ്റ്റഡ് മൗണ്ട്, കാലിബർ ഇതെല്ലാം ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയാണ് ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞ് സസ്പെൻഷൻ വർക്ക്. അപ്പം വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ ജാക്കി ഇറക്കി നമ്മൾ പഴയകാല നൂല് പിടുത്തമുണ്ട്. ബാക്ക് വീലും ഫ്രണ്ട് വീലും ഒരേ കണക്കിന് സെൻറ്റർ സ്റ്റഡി ആയിരിക്കണം. അത് നമ്മൾ നൂല് പിടിച്ച് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ജാക്കി ഇറക്കി വീൽ മുടിക്ക് ഓടിച്ച് നോക്കിയതിന് ശേഷം അലൈൻമെൻറ്റ് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നതായിരിക്കും. വീൽ അലൈൻമെൻറ്റ് നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ നല്ല ടയറാണ് ഫ്രണ്ടിലിട്ടത് കേട്ടോ. ഈ കട്ടയുള്ള ടയർ ബാക്കിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ അത് നമ്മളടുത്ത് ഫ്രണ്ടിലിട്ടതിന് ശേഷം അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ വണ്ടി ഭയങ്കര സ്മൂത്ത് ആയിരിക്കും വാഹനം ഓടിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വോക്സ്വാഗൻ പോളോയുടെ സസ്പെൻഷൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വീഡിയോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നുപോകാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കോളൂ. ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വർക്കിന് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക. നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോളിംഗ് അനുവദീയമല്ല, വാട്സപ്പ് കോളിങ്ങും ചാറ്റിങ്ങും ഉണ്ട്. അപ്പോൾ എന്തൊക്കെ വർക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ ഇത്രയും നമുക്ക് പണിഞ്ഞ് ഒരു ദിവസം കൊണ്ട് വർക്ക് നമുക്ക് ഇവിടെ കുറവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് തരാൻ പറ്റും. ഇത് നമുക്ക് 2 ദിവസത്തെ വർക്കാണ്. ഒരു ദിവസം കൊണ്ട് എല്ലാം തീർത്തിട്ട് പിറ്റേന്ന് അലൈൻമെൻറ്റും ചെയ്ത് എല്ലാം ചെക്കപ്പും ചെയ്ത് വണ്ടി വാഹനം കസ്റ്റമറിന് പിറ്റേന്ന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.